ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പൊന്നുസിൻ്റെ അംഗൻവാടിയിൽ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കണതാണ്. അപ്പോൾ രണ്ടുപേരെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളിതേ ഒരുക്കി നിർത്തിയേക്കണേ കേട്ടോ. അപ്പോൾ ഈ പൊന്നൂസ് ഒറ്റയ്ക്ക് കിടന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എടുത്തു പോയി ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് അംഗൻവാടിയിൽ ടീച്ചർ പഠിപ്പിച്ചെന്ന പാട്ടാണ്, ഇൻഡിപെൻഡൻസ് ഡേയുടെ പാട്ടാണ് പാടണതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം പാടും, പിന്നെ ഇടയിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിർത്തും, പിന്നെ ഫസ്റ്റോട്ട് പാടും, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പൊന്നൂസിന് ഇന്ന് ഭയങ്കര മടിയായിരുന്നു അംഗൻവാടി പോകാനായിട്ട്. മടിയെന്ന് പറഞ്ഞാൽ വെള്ളമുടുപ്പ് ഇടില്ല എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു വിധത്തിൽ വെള്ളമുടുപ്പൊക്കെ ഇടിച്ച് സെറ്റ് ചെയ്ത് ഈ ഒരു കോലത്തിൽ എത്തിച്ചെടുത്തു. അപ്പോൾ ഹെയർ ബാൻഡും അതുപോലെ കൊടിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഇട്ടതാട്ടാ ഈ ഒരു വെള്ള ഡ്രസ്സ്. അല്ലെങ്കിൽ ഇടൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പാടി തീർത്തു. അത് കഴിഞ്ഞിട്ട് നേരെ മറിയൂൻ്റെയും പൊന്നൂൻ്റെയും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കയ്യിൽ കൊടി കൊടുത്ത് പിടിച്ചിട്ടിങ്ങനെ കൊടി ഇങ്ങനെ കറക്കാനൊക്കെ പറഞ്ഞിട്ട് കാണിച്ചപ്പോൾ കൊടി ഇങ്ങനെ കറക്കണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ അംഗൻവാടിയിലെത്തിയപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളും ടീച്ചർമാരും പിന്നെ അമ്മമാരും. അവരുടെ ബഹളമൊക്കെ ആയിരുന്നു കുറേ നേരത്തിന്. പിന്നെ കൊടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കൊടിയുടെ ഉള്ളിൽ പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് പിള്ളേരെ ഇങ്ങനെ കൊടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തണമല്ലോ. അപ്പോൾ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് കുറേ പാട് കിട്ടിയിട്ടാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഓടിയുമ്പോൾ ചാടിയൊക്കെ നടക്കുമായിരുന്നു. ഒരാളെ പിടിച്ച് കൊണ്ട് നിർത്തും, പിന്നെ ഒരാൾ പോവും, പിന്നെ വേറൊരാളെ പിടിച്ച് കൊണ്ട് നിർത്തും. അങ്ങനെ ഒരു വിധത്തിന് കുറേ കഷ്ടപ്പെട്ട്, പിള്ളേരായി അങ്ങനെയാണല്ലോ അല്ലേ, കുറേ കഷ്ടപ്പെട്ട് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ നമ്മളെ സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൊന്നൂസാണെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷിച്ച് നിൽക്കാട്ടോ. ആളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊന്നും എനിക്ക് പറ്റിയ പരിപാടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നിൽക്കണ്ട. അപ്പോൾ ടീച്ചർ ഇതൊക്കെ പറയുന്നത് എല്ലാവരും കേട്ടും കണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ ചടങ്ങിലേക്ക് കിടക്കാൻ പോകട്ടോ. അപ്പോൾ മെമ്പറാണ് ചടങ്ങിൽ കൊടി ഉയർത്തണത്. അപ്പോൾ കൊടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒരാകാംക്ഷയിലാണ്. ഉണ്ണികളൊക്കെ ഭയങ്കര ആകാംക്ഷയിലുണ്ട്. ഉണ്ണികളൊക്കെ അത് ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. കൊടി ഉയർത്തത് നോക്കി നിന്ന് കൈയടിക്കാനൊക്കെ പറഞ്ഞപ്പോൾ കൈയൊക്കെ അടിച്ച് അങ്ങനെ എല്ലാവരും മേപ്പോട്ടൊക്കെ നോക്കി കൈയടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൊല്ലം എത്തി എന്നുള്ളത് അറിയിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട്. മിഠായി പിള്ളേർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. മിഠായി മേടിക്കാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. പൊന്നൂസിന് മിഠായി കിട്ടിയില്ല കൊണ്ട് പൊന്നൂസ് എൻ്റെ ഒക്കത്തായിരുന്നു. അങ്ങനെ പൊന്നൂസ് കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞും തിരിഞ്ഞു ഓടുന്നു. മിഠായി ഉണ്ടായി, കേക്ക് ഉണ്ടായി, ലഡു ഉണ്ടായി, അങ്ങനെ ഇതൊക്കെ ഉണ്ടായി. പിന്നെ ടീച്ചർക്ക് അംഗൻവാടിയിൽ പാട്ട് പഠിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ പൊന്നൂസ് പാടിയ പാട്ട്. അതേ കുറച്ച് പിള്ളേരൊക്കെ കൂടി നിന്നിട്ട് പാടുന്നുണ്ട് കേട്ടോ. പൊന്നൂസിനോട് പാടാൻ പറഞ്ഞാൽ പൊന്നൂസ് തീരെ മേത്തുനിന്ന് ഇറങ്ങിയില്ല കേട്ടോ. ഭയങ്കര മടിയായിരുന്നു, മേത്തുനിന്ന് ഇറങ്ങിയില്ല. ഫസ്റ്റൊക്കെ നിന്നിരുന്നു, പിന്നെ ലാസ്റ്റായപ്പോൾ ചൂടൊക്കെ എടുത്തിട്ട് മേത്ത് കയറിയിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ പാട്ടൊക്കെ പാടി, സ്വാതന്ത്ര്യദിനത്തിൻ്റെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക കേട്ടോ കുട്ടിയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ, സീ യു.